നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ജൂൺ മാസം 28-ാം തീയതി 1200-ാം ആണ്ട് മിഥുന മാസം 14-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം തന്നെ ആയില്യ നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രമല്ല. അപ്പോൾ ഇന്നത്തെ ദിവസവും ശുഭമല്ല. നല്ല നക്ഷത്രം കിട്ടിയിട്ടും കാര്യമില്ല, ദിവസം കൊള്ളൂല. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നക്ഷത്രവും കൊള്ളൂല, ദിവസവും കൊള്ളൂല. അപ്പോൾ ഇന്ന് പൊതുവെ ഒരു കാര്യത്തിനും നല്ലതല്ല. വളരെ ശ്രദ്ധയോടുകൂടി പോവേണ്ട കാലഘട്ടമാണ്. കാര്യങ്ങൾ അത്ര കണ്ട് സ്മൂത്തായി പോകുന്ന കാലഘട്ടം അല്ല. ഇവിടെ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ അവസ്ഥ, മിഥുന മാസത്തിലെ ആയില്യ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ മോശപ്പെട്ട ഒരു വർഷമായിരിക്കും. എന്തായാലും ബർത്ത്ഡേ ദിവസത്തിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാതെ പോകാൻ പറ്റത്തില്ല, എത്ര നല്ല ദശയായിരുന്നാൽ പോലും. അതുകൊണ്ട് എന്തൊക്കെ വരാം? സാമ്പത്തിക നഷ്ടം, കാര്യതടസ്സം, ശാരീരിക ബുദ്ധിമുട്ട്, മനപ്രയാസം, ഇവയൊക്കെ കൊടുക്കുന്ന കാലഘട്ടമായതുകൊണ്ട് നമുക്ക് ഈ പീരീഡിനെ വളരെ ശ്രദ്ധിച്ച് കൊണ്ടുപോകുന്നതിനൊപ്പം പ്രായശ്ചിത്തം ചെയ്ത് കൊണ്ടുപോകണം. ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം. ശനിയുടെ പിതാവായ സൂര്യനെ പ്രാർത്ഥിക്കണം. ശനീശ്വര യന്ത്രം ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ത്യാഗരക്ഷ ധരിക്കണം. ശനി വ്രതം നോക്കണം. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ശനിയുടെ കാഠിന്യം, നമ്മൾ എത്രത്തോളം ശനിയെ ശ്രദ്ധിക്കുന്നുവോ ശനി അത്രയും നമുക്ക് സപ്പോർട്ടീവായി തീരും. ഇന്നത്തെ ദിവസം ഓരോ കാര്യം നല്ല ദിവസമല്ല എങ്കിലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വളരെ സൂക്ഷിക്കണം. അതിന് രാഹു കാലത്തിന് പ്രാധാന്യം കൊടുക്കണം. യാത്രയ്ക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ. 9:19 തൊട്ട് 10:53 വരെ രാഹുകാല സമയവും 6:10 തൊട്ട് 7:45 വരെ ഗുളികകാല സമയവും, അതുപോലെ 2:02 തൊട്ട് 3:37 വരെ യമകണ്ഠകാല സമയവും. ഈ സമയം ഒരു കാര്യത്തിനും എടുക്കരുത്. ഇന്നും അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:04 തൊട്ട് ആണ് അഭിജിത്ത് മുഹൂർത്തം ആരംഭിക്കുന്നത്. 12:52 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. എന്ത് ശുഭകാര്യം നമുക്ക് ഇന്നത്തെ ദിവസം തന്നെ ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന് വരുന്ന സമയത്ത് നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. കറുപ്പോ നീലയോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായി തീരും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.